ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പയുണ്ട്, അർജുൻ കല്യാടുണ്ട്, പി ആർ പ്രവീണയുണ്ട്. നമ്മളുടെ വാർത്താ സംഘത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ പേരെടുത്ത് തന്നെ തിരിച്ചറിയുന്ന ഒരു പിടി റിപ്പോർട്ടർമാരാണ്. ഈ റിപ്പോർട്ടറിന്റെ കരുത്ത് പേര് സൂചിപ്പിക്കും പോലെ. നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ കൂടി ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, വെരി ഗുഡ് മോർണിംഗ്. പാലക്കാട് എന്തുകൊണ്ട് വിശേഷം? ക്ലൈമറ്റ് എന്താ അവസ്ഥ? മഴയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. പാലക്കാട് ഇപ്പോൾ പൊതുവെ മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴ ഇപ്പോൾ അല്പസമയം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ശാന്തമാണ് പാലക്കാട്ടെ കാലാവസ്ഥ. പാലക്കാട്ട് എങ്ങനെയാണ് റിപ്പോർട്ടറിൻ്റെ ഒരു അനുഭവം ഇക്ബാൽ? ഞാൻ പാലക്കാട് ബ്യൂറോയിലെത്തിയിട്ട് 2 കൊല്ലമായി. ആദ്യത്തെ കൊല്ലം പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പത്തെ വർഷമായിരുന്നു. ആ സമയത്ത് പാലക്കാട് ജില്ലയിൽ എവിടെയും നമുക്ക് റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുമായിരുന്നില്ല. റിപ്പോർട്ട് ഏത് ചാനലാണെന്ന് ചോദിക്കും, അപ്പോൾ റിപ്പോർട്ടറാണ് പറയുമ്പോൾ അത് തന്നെ ഏത് ചാനലിലെ റിപ്പോർട്ടറാണെന്ന് ചോദിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വണ്ടി പോയി നിർത്തിയാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ലോകം മുഴുവൻ റിപ്പോർട്ടർ എത്തി. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇക്ബാലിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് നമ്മൾ സംപ്രേഷണം ചെയ്തത് കാലിക്കടത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇക്ബാലും ഒട്ടേറെ റിപ്പോർട്ടുകൾ ചെയ്തു, വളരെ വേഗം. ഏത് സമയത്തും പാലക്കാട് ഒരു വലിയ പ്രദേശമാണല്ലോ, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. നെൽകർഷകരുടെ വിഷയം ആദ്യമായി കേരളം ചർച്ച ചെയ്ത് തുടങ്ങുന്നത് ഇക്ബാൽ അറക്കൽ, എനിക്ക് ഓർമ്മയുണ്ട്, മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ നെൽപ്പാടത്ത് പോയി കർഷകരുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് തുടങ്ങുന്നത്, അല്ലേ ഇക്ബാൽ? അതെ. ഒരു പ്രേക്ഷകൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴത്തെ കമൻറ്റുമായി എത്തുകയായിരുന്നു. ഞങ്ങളൊരു പ്രശ്നമുണ്ട്, അത് എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കവർ ചെയ്യണം എന്ന രീതിയിലേക്ക് ഉടൻ തന്നെ ഡെസ്കിൽ നിന്ന് നിർദ്ദേശം എത്തുന്നു. നമ്മളവിടെ പോകുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അന്ന് അവർക്ക് കിട്ടാനുണ്ടായിരുന്നത് ഒരു വർഷത്തിൽ അവരുടെ 1ാം വിളയുടെയും 2ാം വിളയുടെയും എല്ലാം തുകകൾ സർക്കാരിൽ നിന്നും സപ്ലൈക്കിൽ നിന്നെല്ലാം ലഭിക്കാനുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മളതൊരു ക്യാമ്പയിൻ പോലെ ഏറ്റെടുത്തു. ദിവസവും ഓരോ വാർത്തകൾ ഈ വിഷയവുമായി കേന്ദ്രീകരിച്ച് നമ്മൾ നൽകി. അതിനുശേഷം അവർക്ക് തുക എത്തുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വീണ്ടും കർഷകർ അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് കടക്കുമ്പോഴും റിപ്പോർട്ടർ അവരുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഇക്ബാൽ അറക്കൽ. അപ്പോൾ